Hey, hello guys, it's me, വഴിപോക്കൻ. നമ്മളിന്നൊരു ചിന്ന വ്ളോഗായിട്ട് ഇറങ്ങിയതാട്ടോ. നമ്മുടെ സോളോ വ്ളോഗ്സിൻ്റെ ഒരു ചെറിയ മീറ്റപ്പ് ട്രിവാൻഡ്രത്ത് വെച്ച് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതിനായിട്ടൊന്ന് പോവാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നെക്സ്റ്റ് ഗിയറിലും കൂടെ ഒന്ന് കയറണം കേട്ടോ. അതാ ഈ ഒരു ഗ്രിപ്പ് കണ്ടോ, ഫുള്ള് പോയി കേട്ടോ. കോപ്പി ഗ്രിപ്പ് നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ RCBയുടെ ഒറിജിനൽ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒറിജിനൽ തന്നെ വാങ്ങാൻ വേണ്ടി പോവാം കേട്ടോ. വാങ്ങിയിടണം. നെക്സ്റ്റ് ഗിയർ എത്തി കേട്ടോ. വണ്ടി അകത്ത് കയറ്റിയിട്ടുണ്ട്. ഗ്രിപ്പ് ഒരെണ്ണം എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. RCBയുടെ ഗ്രിപ്പായിട്ട് എടുത്തത് സെയിം സാധനം തന്നെ. അത് ഡ്യൂപ്ലിക്കേറ്റ്, ഇത് ഒറിജിനൽ. ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാട്ടോ. ഇനി നേരെ ട്രിവാൻഡ്രം. ഒറ്റ വിടില്ല കേട്ടോ. സമയം കുറച്ച് വൈകി, 4 മണി ആവാറായി. 4 മണിക്കാണ് പരിപാടി, പക്ഷേ ഇപ്പോൾ 4 മണി ആവാറായി കേട്ടോ. അപ്പോൾ ഇനി നേരെ ട്രിവാൻഡ്രം. നമ്മളിവിടെ എത്തി കേട്ടോ. ഇവിടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുക. സോളോ അവിടെ ഉണ്ട്, കുറച്ച് പേരുണ്ട് കേട്ടോ. അപ്പോൾ പരിപാടികളൊക്കെ ഇങ്ങനെ ചാറ്റ് സെക്ഷൻ, ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പറപ്പിക്കും. വീടത്തൊന്നും ഇല്ലല്ലോ, ഇല്ല ഇല്ലല്ലോ. സോളോ കേട്ടോ. റാലി സീറ്റാണോ? റാലി സീറ്റ് ഇട്ട് ക്ലച്ചൊക്കെ മാറിയിട്ടുണ്ട്. പൊളിക്കല്ലേ ഗൈസ്. നമ്മളെ ഇവിടുത്തെ പരിപാടികളിലെല്ലാം കഴിഞ്ഞ കേട്ടോ. അതാ സോളോയും എല്ലാവരും റെഡിയായി. ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ വർക്കല പോകാനുള്ള പ്ലാനിലാണ്. വർക്കല പോയിട്ട് നാളെ മാതാമലയിൽ പോകാൻ പ്ലാനുണ്ട് കേട്ടോ. അപ്പോൾ നാളത്തെ ആ ഒരു പരിപാടിയും കൂടെ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കാം ഗൈസ്. ഇത് നമ്മുടെ നെക്സ്റ്റ് ഡേ കേട്ടോ. അതാ എല്ലാവരും സെറ്റായിട്ട് നിൽക്കുകയാണ്. നേരെ എവിടെ പോകാൻ? നേരെ മാതാമല പോകാട്ടോ. അതാ സോള ഉണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അജീഷ്, അജു, സനൽ എല്ലാവരും ഉണ്ട്. ഇനി നമുക്ക് നേരെ മാതാമല പറക്കാം. ഫുൾ പവർ. നമ്മൾ മാതാമല റൂട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പോൾ അതാ നല്ല മഴക്കോളുണ്ട്. ഇത്രയും നാളും മഴ പെയ്തിട്ടില്ല. ഇതാ നമ്മുടെ അടുത്ത ഒരു അടിപൊളി ഓഫ് റോഡിന് പോകാൻ നേരത്ത് മഴ പെയ്യുക കേട്ടോ. എന്തായാലും വൈബായിരിക്കും ഗൈസ്. നമ്മൾ വന്ന വഴിക്ക് നല്ല അടിപ്പം മഴ പെയ്തു കേട്ടോ. നല്ല അടിപൊളി മഴ പെയ്ത് എല്ലാവരും കയറി നിൽക്കുക. എന്തായാലും ഇനി സാധനങ്ങളെല്ലാം നമുക്കിതാ ഒരു കാറുണ്ട്. ആ ഒരു കാറിനകത്ത് കയറ്റി വെച്ചിട്ട് നമ്മൾ റൈഡ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് പോകാം. ഞങ്ങളിതാ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് ദൂരം ഒന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ അടുത്ത മഴ തുടങ്ങി കേട്ടോ. ഫുള്ള് കാറ്റും മഴയും, ഫുൾ സീൻ. ഇത്രയും നാള് മഴ കിട്ടിയില്ല എന്നുള്ളൊരു പരാതി ഇന്നത്തെ കൊണ്ട് തീർന്നു കിട്ടി കേട്ടോ. അമ്മാതിരി മഴ കേട്ടോ വീഴുന്നേ. അടിപൊളി. എന്തായാലും മാതാമല ഇനിയിപ്പോൾ കയറാനൊക്കെ പാടാണെങ്കിലും കയറാൻ ഒരു പ്രത്യേക വൈബ് തന്നെ ആയിരിക്കും കേട്ടോ. മഴ നല്ല രീതിക്ക് വീണ്ടും തുടങ്ങി കേട്ടോ. ഓ അടിപൊളി. ഫുൾ പവറാട്ടോ, ഫുൾ പവർ. ഒന്നും കാണുന്നില്ല. മാതാമലയുടെ ഫ്രണ്ടിലെത്തിയേട്ടോ എല്ലാവരും. മഴയൊക്കെ ഇത് വൈബായിരിക്കും കയറി പോവാൻ. ഇന്നല്ല സെറ്റാട്ടോ. എല്ലാവരും പവറായിട്ട് ഇരിക്കുകയാണ്. സെറ്റല്ലേ? പൊളിക്കല്ലേ? പവറാക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് പതിയെ കയറി തുടങ്ങാം. മഴ ആയതുകൊണ്ട് കഴിഞ്ഞ വന്നപ്പോൾ ഫുള്ള് പൊടിയായിരുന്നു. ഇപ്രാവശ്യം മഴ ആയതുകൊണ്ട് പൊടിയെല്ലാം മാറി തെന്നലാവാൻ ചാൻസ് ഉണ്ട് കേട്ടാ. പോട്ട് ഇത് ഫസ്റ്റ് ടാസ്ക് കേട്ടോ. മഴ ചെയ്തപ്പോൾ ആ പൊടി ഫുള്ള് ചെളിയായി മാറിയിട്ടുണ്ട്.
അയ്യോ അമ്മച്ചി ഫസ്റ്റ് ടാസ്ക് തന്നെ തളർന്നേട്ടാ. അത്രേ ഉള്ളൂ പവറ് അടിപൊളി കേട്ടോ. ഒറ്റ സ്ട്രെച്ച് കയറി നമുക്ക് കയറാൻ പറ്റും. ഞങ്ങൾ കഴിഞ്ഞ മഴ സീസൺ അല്ല, ഈ രണ്ടാമത്തെ തവണ വന്നപ്പോൾ ഇതിനും എക്സ്ട്രീം ആയിരുന്നു കേട്ടോ. അപ്പോൾ മനസ്സിലായി സമ്മർ സീസണിൽ മാതാമല വരികയാണെങ്കിൽ ഇതിൽ നിന്ന് എക്സ്ട്രീം സംഭവം കിട്ടും. അപ്പോൾ കഴിഞ്ഞതിനെക്കാട്ടി സിമ്പിളായിട്ട് കയറി പോകുന്നുണ്ട് കേട്ടോ. ഓ അയ്യോ, ഇനി നമുക്ക് അവർ എന്തരായും നോക്കിയിട്ട് വരാം കേട്ടോ. അയ്യോ കളഞ്ഞു പോയി. കഴിച്ചാ ഞങ്ങൾ ആ ഒരു വെയിലുള്ള സമയത്ത് വന്നപ്പോൾ ഇവിടെ ഒന്നും കയറാനേ പറ്റാത്ത അവസ്ഥയായിരുന്നു കേട്ടോ. പക്ഷേ മഴ പെയ്തപ്പം തെന്നലുണ്ടെങ്കിലും ആ ഉള്ള ആ ഒരു പൊടി പോലെ കടന്ന സംഭവമൊക്കെ ഉറച്ചിട്ടുണ്ട്. അതുകൊണ്ട് സീനില്ല കേട്ടോ. ഇനിയിപ്പോൾ താഴോട്ട് പോവാ. ഇവിടേക്ക് കണ്ടോ, ഇവിടേക്ക് ഇപ്പോൾ സിമ്പിളായി. പണ്ട് അന്ന് ആ സമയത്ത് വന്നപ്പോൾ ഫുള്ള് കല്ലായിരുന്നു കേട്ടോ. മഴ പെയ്താ വേറൊരു വൈബാ. അടുത്ത പടവൻ. ഓക്കെ, ഒന്നും കൂടെ ബാക്കിലോട്ട് വന്നു. ഇവിടെ ഇങ്ങോട്ടൊരു ഇതുവരെ ഇവിടെ കയറി തീർന്നില്ല കേട്ടോ. ഒരു അരമണിക്കൂർ കൂടുതലായിപ്പോൾ നിൽക്കുക. സംഭവം കഴിഞ്ഞതിന് ടാസ്ക് കുറവാണെങ്കിലും കുറച്ചൊക്കെ ടാസ്ക് ഉണ്ട് കേട്ടോ. ഫുള്ള് മണ്ണ് മഴ പെയ്തുകൊണ്ട് ഇളകി കിടക്കുക. കറങ്ങുന്ന കണ്ടില്ലേ, ഇതിൽ ഫുള്ള് കിടന്ന് കറങ്ങും. ആയി പറയും. അവിടെ സോളോ ഒരു കപ്പടിച്ചു. എല്ലാവരും ഓരോ കപ്പുകളടിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത സ്ഥലം എത്തിയിരിക്കുകയാണ് ഗൈസ്. അടുത്ത ഹെവി ടാസ്കിലോട്ട് കടന്നിരിക്കട്ടോ.
ജസ്റ്റ് മിസ്. അയ്യോ ജസ്റ്റ് മിസ്. ഓ അയ്യോ എൻ്റെ മോനോ. ഓ എൻ്റെ ബൂട്ടിൻ്റെ കാര്യം പപ്പടഹായ കേട്ടോ. അയ്യോ എടുക്കാൻ പറ്റുമെന്ന് നോക്കി നോക്കട്ടെ. നടക്കൂല ഗൈസ്. ഹാൻഡിൽ ബാർ നീ കണ്ടുപിടിക്കണം. തോണ്ടി 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 അയ്യോ നല്ലൊരു തോണ്ടൽ അല്ലെങ്കിൽ ഹാൻഡിൽ ബാർ കണ്ടുപിടിക്കാൻ പറ്റും. ഭാഗ്യത്തിന് വീണില്ല, എങ്ങനെയെങ്കിലൊക്കെ ചാടി രക്ഷപ്പെട്ട്. അതുകൊണ്ട് ഈ കല്ലൊന്നും തട്ടിയില്ല. അവിടെ ആശുപത്രി കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. ബാക്കി എല്ലാവരും താഴെയാണ്. അതിൻ്റെ അവസ്ഥ വെച്ച് സനൽബുവിൻ്റെ ഷൂവാ, രണ്ട് സൈഡും പോയി. കിട്ടി. അവിടെ കണ്ടോ വീണ്ടും പടവൻ കാറ്റ്. ഇവിടെയും പടവൻ അടിക്കാനുള്ള പുറപ്പാടിലാണ്. നമ്മുടെ വണ്ടിയുടെ അവസ്ഥ ഉണ്ടാവും. അവിടെ ഇങ്ങോട്ട് മറിഞ്ഞു കിടക്കുകയാണ്. ഫുള്ള് ബ്രേക്ക് ഈയൊരു നമ്മുടെ എക്സ്പൾസിൻ്റെ കൂടെ കിട്ടുന്ന ലിവറേജ് പോലത്തെ സംഭവം ഇത് വെച്ചിട്ട് സെറ്റാക്കാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, ബ്രേക്ക് ലിവർ സെറ്റായിട്ടുണ്ട്. ഇതാണ് എക്സ്പൾസ്. ഇനി നമുക്ക് മേലോട്ട് കയറ്റാം കേട്ടോ. പെട്ടെന്ന് പിടിച്ചോ, പിടി പിടി പിടി. അയ്യോ വിട്ടു വിട്ടു. അണ്ണൻ ഇപ്പൊ എടുക്കാതെ പറഞ്ഞ് എടുത്തതാ. കേറിയിട്ടുണ്ട്. ഇനി മേളിലോട്ട് കയറാണ്ട് കേട്ടോ. ഗായ്സ്, അജീഷ് ബ്രോന്റെ ബൈക്ക് കൊക്കയിൽ പോയിരിക്കുകയാണ്. ഞാൻ വിചാരിച്ചു എന്റെ കൂടെ ബൈക്ക് വന്നു കൂടെ അങ്ങ് പോയാ. ഞാൻ അങ്ങ് പാറേന്റെ അവിടെ നിന്ന് കയറിയെന്ന്. അവിടെന്നോ? ആ പാറ ഇരുന്ന് പോയി. അവിടെ എന്തൊരു തെരഞ്ഞ് പഴയ പൈസ അന്ന് വീണപ്പോ ഓർമ്മകൾ ഇങ്ങനെ പോയി. അപ്പൊ ഞാൻ ഇവിടെ നിൽക്കും. വണ്ടി കൊക്കയിൽ പോയി. കൊക്കയിൽ നിന്നും വണ്ടി എടുക്കാൻ ആ ഹാൻഡിൽ ബാർ പൊക്കാൻ പറ്റുമോ? അങ്ങ് ഉഴി പോയി. ഞാൻ വണ്ടി കയറ്റി കേട്ടോ. അങ്ങനെ പോയാ കുഴി. ഇത് താഴോട്ട് പോയിരുന്നെങ്കിൽ സീനായല്ലേ. ഞാൻ കൊറേ നിലത്തൊക്കെ പിടിക്കാൻ എന്റെ വിചാരം എന്താ അറിയോ, കുഴി എത്രത്തോളം വിചാരില്ലോ. ഞാൻ വിചാരിച്ചാൽ പോവുക. അങ്ങനെ കൈ പിടുത്തം കിട്ടിയപ്പോ ഞാൻ നേരെ നോക്കുമ്പോ കാണുന്നത് അറിയോ, സോള് പിടിക്കുന്നത്. എന്ത് ചെയ്യാന്നറിയോ, കൊക്കയില് പാറയെ പിടിച്ചാൽ കിടക്കുക. അപ്പൊ താഴെ പോവാതെ പാറ ഇങ്ങനെ പിടിക്കുന്നത്. പിന്നെ ചിരിയാ. പിന്നെ കാലിൽ അടങ്ങി നോക്കുമ്പോ നേരെ
ഇവിടെ വെച്ച് കേട്ടാ ഇനിയിപ്പോൾ ഇരുട്ടാൻ പോവാണ്. നമുക്ക് തിരിച്ച് ഓടി വീട്ടിലെത്തണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്ന് തിരിച്ചു പോകായിരിക്കും. ഞങ്ങളിവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. ഇനി നെക്സ്റ്റ് ഇതാ അങ്ങോട്ട് പോകാനുണ്ട്. ഇനിയിപ്പോൾ കയറിയാലും നൈറ്റാട്ടോ. അതുകൊണ്ട് നമ്മൾ ഈ ഒരു പാറയിൽ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്ത് ഇനി നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഇതിൽ നിന്ന് മേളിലോട്ട് കയറണം. അതാണ് നെക്സ്റ്റ് പ്ലാൻ. അപ്പോൾ ഇനി താഴോട്ട് ഇറങ്ങുന്ന കാര്യങ്ങൾ കാണാം. ഗൈസ് അടിപൊളിയായിരുന്നു കേട്ടോ. ഇനി ഇവിടെ നിന്ന് താഴേക്ക് ഇറങ്ങുകയാണ്. താഴേക്ക് ഇറങ്ങുന്നൊരു അമ്പൻ ടാസ്ക് കേട്ടോ. സത്യം പറഞ്ഞ പേടിയാകുന്നുണ്ട്. ഗൈസ് അങ്ങനെ നമ്മളെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടതാ ഇപ്പോൾ താഴെ വന്ന് നിൽക്കുക. എല്ലാവരും നേരെ തിരിച്ച് പോകാൻ വേണ്ടി നിൽക്കുക കേട്ടോ. അടിപൊളിയായിരുന്നു കേട്ടോ. അജീഷ് പ്രോയൊക്കെ കൊക്കയിലൊക്കെ പോയി ആകെ സീനായിരുന്നു. നൈസായിരുന്നു. അടിപൊളി ഒരു ട്രിപ്പായിരുന്നു കേട്ടോ. വണ്ടിയിൽ ഫുള്ള് ചെളിയാണ്. എന്തൊക്കെ പോയിട്ടുണ്ടെന്ന് ദൈവത്തിനറിയാം. ഇനി വീട്ടിൽ പോയിട്ട് നോക്കണം കേട്ടോ എന്തൊക്കെയാണ് പോയത്. കുറേ സാധനം മാറ്റാനുണ്ട്. ഇതൊക്കെ ഉണ്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇതേപോലുള്ള അടിപൊളി വീഡിയോസുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്കൊരു അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണാം.